നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് റോഡിലെ മണ്ണിൽ താഴ്ന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃപ്രയാർ മേഖലാ സമ്മേളനം സമാപിച്ചു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. കയ്പമംഗലം ചെളിങ്ങാട് അമ്പലനടയിൽ റോഡിലെ മണ്ണിൽ താഴ്ന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണു. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച ഭാഗത്തെ മണ്ണിൽ താഴ്ന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. സ്കൂട്ടർ യാത്രികനായ ചെളിങ്ങാട് പള്ളിനട സ്വദേശി പുത്തൂര് വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ നാട്ടുകാർ ചന്ദ്രാപ്പിനി അല്ലിക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴി യഥാവിധി പുനഃസ്ഥാപിക്കാത്തത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നാട്ടികയിൽ ലോറിയിടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്കേറ്റു. നാട്ടിക സെന്ററിൽ തിങ്കളാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. നാട്ടിക 12കല്ല് സ്വദേശി കുറുവത്ത് വീട്ടിൽ ദാസനാണ് പരിക്കേറ്റത്. നാട്ടിക സെന്ററിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ലോറി തട്ടിയാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാളെ തൃപ്രയാർ എക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃപ്രയാർ മേഖലാ സമ്മേളനം സമാപിച്ചു. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് TM റഹീം പതാക ഉയർത്തി. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന സമ്മേളന യോഗം സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ വെല്ലുവിളികളെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പലരും, ഞാനടക്കം പലരും യാദൃശ്ചികമായിട്ടാണ് കേബിൾ TV മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട ചില വെല്ലുവിളികളും അതേസമയം ചില സാധ്യതകളും നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ഇതൊരു ചെറുകിട വ്യവസായമല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് COA പോയത് കൊണ്ടാണ് ഇന്ന് രാജ്യത്തെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘടന കേരളത്തിൽ നമുക്ക് ഉണ്ടാകുന്നു. നമുക്കിന്നൊരു പൊതു ബ്രാൻഡുണ്ട്. നമ്മൾ കേരള വിഷൻ എന്നറിയപ്പെടുന്ന ഒരു പൊതു ബ്രാൻഡിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു. ആ പൊതു ബ്രാൻഡ് മറ്റുള്ളവർ കൂടി അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടില്ല നമ്മൾ ട്രായിയൊക്കെ പുറത്തിറക്കിയ അവരുടെ ആ റിപ്പോർട്ടിൽ, വൈറ്റ് പേപ്പറിൽ ഒരു പാരഗ്രാഫ് പ്രത്യേകം പറഞ്ഞത് കേരളത്തിലെ KCCLുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റർമാരുടെ ഘടനയെക്കുറിച്ചാണ്. കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ വലിയ മൾട്ടി കമ്പനികളുടെ MSOകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടെ MSO എന്ന് പറയുന്നതും നമ്മളാണ്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് നമ്മളാണ്, സബ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മളാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തികച്ചും ബിസിനസ്സിലും ജനാധിപത്യപരമായ ഒരു രീതി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണ്, കാലത്തിന് അനുസരിച്ചിട്ട്, വെല്ലുവിളികൾക്കനുസരിച്ചിട്ട് ജനങ്ങൾ എന്താണോ സർവീസിൽ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വളരേണ്ടതുണ്ട്. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് TM റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ സിജോ കുണ്ടുകുളം, തൃപ്രയാർ മേഖലാ സെക്രട്ടറി KR സുമേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, ട്രഷറർ EL ടോണി, ജില്ലാ സെക്രട്ടറി P ആന്റണി, COA സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി PB സുരേഷ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, തൃശൂർ ജില്ലാ ട്രഷറർ CG ജോസ്, PP സുരേഷ് കുമാർ, KG മനോജ്,
പി ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EL ടോണി, സെക്രട്ടറി TM റഹീം, ട്രഷറർ PP ഓംപ്രകാശ്, വൈസ് പ്രസിഡന്റ് ശ്രീമോൾ ബാബുകുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലയൺസ് ക്ലബ് ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രൊജക്ട് പ്രകാരം ലയൺസ് ക്ലബ് ഓഫ് തൃപ്പയാർ ടെമ്പിൾ സിറ്റി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികളുമൊത്ത് ഒരു ദിവസം ചെലവഴിച്ചു. കുട്ടികൾക്ക് ഭക്ഷണം നൽകിയും അവരോടൊത്ത് ആടിയും പാടിയും സന്തോഷം പങ്കിട്ടു. സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ ആരംഭത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷനായി. വാർഡ് മെമ്പർ PM ഷാജി, RIM സക്കറിയ, ജോസ് താടിക്കാരൻ, സീമ സക്കറിയ, ഷെർലി ഷാജി, നവീദ് സക്കറിയ, സൂരജ് വേളയിൽ, സ്കൂൾ പ്രിൻസിപ്പാൾ CG ടോണി എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി 3-ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, എതിർത്ത് പൂജ, നവക പൂജ, ശ്രീഭൂതബലി, മധ്യാഹ്ന പൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. ശേഷം വൈകിട്ട് ദീപാരാധന, തുടർന്ന് കല്യാണ സൗഗന്ധികം കഥയെ ആസ്പദമാക്കി നയനൻ കലാമണ്ഡലം അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ, ട്രഷറർ K കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി ടീച്ചർ, CK പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പുതിയ കേന്ദ്ര നിയമത്തിനെതിരെ NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് സംരക്ഷണ അസംബ്ലി നടന്നു. താന്യം പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നടന്ന അസംബ്ലി NREG സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിനകത്ത് 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നിയമം മൂലം മാറ്റിയെഴുതാനായിട്ട് സാധ്യമാകുള്ളൂ. അപ്പം അതുകൊണ്ട് നിലവിലുള്ള നിയമത്തിന്റെ ചിറകരിഞ്ഞ് അവിടെ ഒരു തില്ലുക എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് അവർ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് പുതിയ നിയമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. തൊഴിലുറപ്പ് നിയമത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തുകയാണ്. തൊഴിലുറപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മുമ്പ് UPA സർക്കാർ, ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്താണ് ഇത് വന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾക്ക് പാർലമെന്റിനകത്ത് 10-65 പേര് പാർലമെന്റിലെ അംഗങ്ങളായിട്ടുള്ള സമയത്ത് നമ്മുടെ കൂടി പിന്തുണയുണ്ടെങ്കിലാണ് പാർലമെന്റിനകത്ത് അധികാരത്തിൽ വരാനാവുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോൾ അന്നത്തെ UPAയുടെ നേതാക്കന്മാർ നമ്മൾ സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിരുത്തി വർത്തമാനം പറഞ്ഞു. നമ്മുടെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പിന്തുണ നൽകാം. പിന്തുണ നൽകണമെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. പിന്തുണ നൽകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. ഒരു പൊതു മിനിമം പരിപാടി വെച്ചു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കാൻ വേണ്ടി തൊഴിലുറപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കണം. വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം MV മുകേഷ്, KK കൃഷ്ണൻകുട്ടി മാസ്റ്റർ, സുരേഷ് ബാബു താനാപ്പറമ്പിൽ, കുമാരി മൂത്രത്തിപ്പറമ്പിൽ,
വിലാസിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടന്ന സമരത്തിൽ CP ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TB മായ, സിജോ പുലിക്കോട്ടിൽ, മെമ്പർമാരായ PR സുരേന്ദ്രനാഥ്, VK സന്തോഷ്, ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, മിനി ചന്ദ്രൻ, KR പ്രതീഷ്, CS ശിവരാമൻ, രതി സുരേന്ദ്രൻ, KS ഷൈജു, സുജിത നിരേഷ്, OS അഷ്റഫ്, അനന്തു K ദിനേശ് എന്നിവർ സംസാരിച്ചു. എല്ലാ വാർഡിലും തൊഴിലുറപ്പ് സംരക്ഷണ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഇനിയൊരു ഇടവേള. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ PA ഷിയാബിന്റെ നേതൃത്വത്തിൽ പുതുക്കുളത്തെ ജനനന്മ ഡിജിറ്റൽ സേവാ കേന്ദ്രവുമായി സംയുക്തമായി ഡിജിറ്റൽ ഓൺലൈൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PI സജിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും വോട്ടർ പട്ടികയിൽ നിന്നും ഒരുപാട് വോട്ടുകൾ മാറിക്കിടക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിയോജക മണ്ഡലമുണ്ടല്ലോ, 8-10 പഞ്ചായത്തുകൾ കൂടിച്ചേർന്ന് അവിടെ തന്നെ ഏകദേശം 9,000 ചില വോട്ടുകളുടെ കുറവ് കാണുന്നുണ്ട്. ഈ ഡാറ്റ പ്യൂരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അത്രയും വോട്ടുകൾ വെട്ടി നീക്കപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് ഈ രീതിയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആശങ്കപ്പെടേണ്ടതാണ് അല്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായിയുടെ വാക്കുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. എന്താണ്, 22-ാം തീയതി വരെയാണ് നമുക്ക് വോട്ട് ചേർക്കലുള്ളൂ അല്ലേ മോളെ? 22-നുള്ളിൽ തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കഴിഞ്ഞെങ്കിലും ഇനി SIR-ൽ വരുന്നത് പേരുകളിലെ മാറ്റങ്ങൾ, ബൂത്ത് മാറിക്കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അഥവാ ഇതിൽ പെടാത്ത ആളുകൾക്ക് പുതുതായിട്ട് വോട്ട് ചേർത്താനുള്ള ഒരവസരം തന്നിരിക്കുന്നത് ഈ 22-ാം തീയതി വരെയാണ്. മുൻ വാർഡ് മെമ്പർ ബുഷ്റ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി അംഗം സിദ്ധാർത്ഥൻ കോഴിപ്പറമ്പിൽ, ജനനന്മ ഉടമ അഡ്വക്കേറ്റ് ഷൈല S, ഹൃദ്യ രഘു, 3-ാം വാർഡ് അംഗം പൂക്കോയ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമവും യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറിയും തളിക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ CM നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ടീച്ചർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന താജുദ്ദീൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷെഫീന ഷെബീർ അലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, DCC മെമ്പർ മുൻഷാർ, മുൻ മണ്ഡലം പ്രസിഡന്റ് REA നാസർ, CM ശിവപ്രസാദ്, ബ്ലോക്ക് ഭാരവാഹികളായ രഘുനാഥ്, NJ സേവ്യർ, VS പ്രേംകുമാർ, സമീർ ഹംസ, വത്സല തിലകൻ എന്നിവർ സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ്
ട്രംപിൻ്റെ വെനിസില അധിനിവേശത്തിനെതിരെ CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മെമ്പർ CB സുനിൽകുമാർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ, ബിന്ദു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ LDF, UDF, STP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് ആരോപിച്ച് BJP വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പ്രകടനത്തിന് BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ IK, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി, BJP മണ്ഡലം ട്രഷറർ ദിവിൻദാസ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽദാസ്, BJP SC മോർച്ച സ്റ്റേറ്റ് സെൽ കൺവീനർ ശ്രീജിത്ത് KB, BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതിക വത്സൻ, ഷീന സുബ്രഹ്മണ്യൻ, ഷാലി സുധീർ, ശ്രീജ സുജിത്ത്, ശ്രുതി അജിത്, BJP മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ ജയേഷ് മാധവൻ, വിശ്വൻ KV, സിന്ധു മദൻ മോഹൻ, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാളിന് തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് കൊടിയേറ്റി. 12, 13, 14 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടാകും. 11 വൈകിട്ട് 6:30 വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും. 12 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജോയ് പുത്തൂർ നേതൃത്വം നൽകും. തുടർന്ന് അമ്പ് വെഞ്ചരിപ്പ്, പ്രസുതേന്തി വാഴ്ച എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 5:30 കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ ക്ലൂനം പ്ലാക്കൽ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് കൂടുതുറക്കൽ കർമ്മവും ഉണ്ടാകും. തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റ്ലപ്പള്ളി സഹകാർമ്മികനാകും. DBCLC അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 കുർബാനയ്ക്ക് ഫാദർ ജിക്സൺ മാളോക്കാരൻ നേതൃത്വം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം ഉണ്ടാകും. തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ 9:30 ആരംഭിക്കുന്ന വിളംബരജാഥ ഇടവക വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. തിരുനാളിനോടനുബന്ധിച്ച് 14 വൈകിട്ട് 7 മണിക്ക് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറിഞ്ഞിരുന്നൊരാൾ എന്ന നാടകം അവതരിപ്പിക്കും. വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റ്ലപ്പള്ളി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജിൻഡോ ചാലിശ്ശേരി, വിൻസൻ VK, ജനറൽ കൺവീനർ CJ ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. 21ാമത് പോണല്ലൂർ ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് നടത്തിയ കലാസന്ധിയിൽ അച്ഛന്മാരും മക്കളും ടീമിന്റെ വീരനാട്യം, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി.
കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് സെൻ കല്ലാറ്റ്, ജനറൽ സെക്രട്ടറി CS വസന്തൻ, ട്രഷറർ PK വിശ്വനാഥൻ, വൈസ് പ്രസിഡന്റ് VS ഷനിൽ, ജോയിന്റ് സെക്രട്ടറി KS ശ്രീലാൽ, PR അംബികേശൻ, PS രാജഗോപാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ തളിക്കുളം ബ്ലോക്ക് തല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി നിർവഹിച്ചു. തളിക്കുളം ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MS ഭാസ്കരൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബാബു വല്ലത്ത്, KV ജോളി, ഹെൽത്ത് സൂപ്പർവൈസർ TP അനീഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് KN സുമ, ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുജീബ്, തളിക്കുളം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് A അബ്സത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CT സുജിത്, O പ്രിയകുമാരി, TS സബീന, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ CI സീനത്ത് BV, KB രമ്യ, എപ്പിഡെമിയോളജിസ്റ്റ് ഡോക്ടർ NS അഭിഷേക്, PRO അനുശ്രീ PB, തളിക്കുളം ഹൈസ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സന്ദർഭത്തിൽ ഇത്തരം ക്യാമ്പുകളൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ആരോഗ്യമുള്ളൊരു തലമുറ വാർത്തെടുക്കാൻ അസുഖങ്ങൾ വരുന്നതിന് മുന്നേ മുന്നൊരുക്കത്തിനായി ഇത്തരം ക്യാമ്പുകൾ വളരെ പ്രയോജനപ്പെടും. ഈ ക്യാമ്പിനെ കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനം പറയുന്നതിനോടൊപ്പം ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി CPI നേതാവായിരുന്ന BV ശിവരാമന്റെ 10ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കാരമുക്ക് ചാത്തൻകുളങ്ങരയിൽ നടത്തിയ ചടങ്ങിൽ മുതിർന്ന നേതാവ് പൗലോസ് ചിറയത്ത് പതാക ഉയർത്തി. ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷനായി. 14ാം വാർഡ് മെമ്പർ സിന്ധു ശിവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. 21ാം വാർഡ് മെമ്പർ KV വിനോദൻ, PV ഗിരീഷ്, അനക്സ് ചീരോത്ത്, രവീന്ദ്രൻ കാരോത്ത്, ബ്രാഞ്ച് സെക്രട്ടറി വിനോദൻ വന്നേരി, AIYF ജില്ലാ കമ്മിറ്റി മെമ്പർ ബിജിത ഗിരീഷ്, ഷിജി അമൃതസൻ, സുകുമാരി സാബു എന്നിവർ സംസാരിച്ചു. BV ശിവരാമന്റെ മക്കൾ 14ാം വാർഡിനായി സ്പോൺസർ ചെയ്ത ട്രാഫിക് മിററിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. വാടാനപ്പള്ളി BS റോഡ് കപ്പൽ ഫാമിലി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുതിർന്ന അംഗം അബ്ദുൾ റഹ്മാനും പ്രായം കുറഞ്ഞ അംഗം ഐഷ ഹൈറയും ചേർന്ന് കേക്ക് മുറിച്ച് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഉബൈദു അധ്യക്ഷനായി. തുടർന്ന് മുതിർന്ന അംഗങ്ങളും കുട്ടികളും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒപ്പന, അറേബ്യൻ ഡാൻസ്, കോൽക്കളി, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളാണ് കുടുംബസംഗമത്തിൽ അവതരിപ്പിച്ചത്. ഹസീന, ആരിഫ, നെഫന, ഫരീദ, റസിയ, സെബീന, ജാഫർ, സത്താർ, നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. മണ്ണാര
മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മുല്ലപ്പിള്ളി ശശിധരൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ശിവശങ്കരൻ, രവി, മോഹനൻ, ഗൗരിയമ്മ, സുമതി എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം പാറമക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലത്ത് റോഡിലെ മണ്ണിൽ താഴ്ന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃപ്പയാർ മേഖലാ സമ്മേളനം സമാപിച്ചു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.